നമസ്കാരം ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഓട്ടോസിലൂടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇതേ മച്ചന്മാരെ അങ്ങനെ രാവിലെ നമ്മൾ അഹമ്മദാബാദ് റൂട്ടിലേക്ക് വന്നിട്ട് ഒരു ചെറിയ കട നോക്കി നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. നല്ല തണുപ്പുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ സെന്റ് ജോർജിന്റെ 2 വണ്ടികളുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് അഹമ്മദാബാദിലേക്കാണ് പോകേണ്ടത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു രസമായ സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കപ്രദേശമാണ്, കൂടുതലും മലയോര മേഖലയായിട്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാംലാജിക്ക് പോകുന്ന ഒരു റൂട്ട് എന്ന് വേണേൽ പറയാം. സാംലാജി എന്ന് പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സാംലാജി റൂട്ടൊക്കെ ഒരു വൺ സൈഡായിട്ട് കിടന്ന ഒരു സിംഗിൾ ലൈനായിട്ട് കിടന്ന ഒരു വഴി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അവിടുന്ന് നമ്മളിപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന സ്ഥലത്താണ് ഈ കാണുന്ന ഇതുപോലെ ഇതെല്ലാം നേരത്തെ സിംഗിൾ ലൈൻ വഴികളായിരുന്നു. അപ്പോൾ ഈ സിംഗിൾ ലൈൻ വഴികളിൽ നിന്നൊക്കെ പിന്നീടാണ് ഇതിപ്പോൾ ഒരു ഡബിൾ ലൈൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റേ ഓവർ ബ്രിഡ്ജിൻ്റെയും അതുപോലെ തന്നെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഈ റൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ചെല്ലുന്ന പറഞ്ഞാൽ ഈ ഒരു ടോളിലേക്കാണ് ആദ്യം കയറുന്നത്. അപ്പോൾ ഈ ഒരു ടോളിൽ കയറിയതിന് ശേഷം ഇവിടെ നമുക്ക് ഏകദേശം ഒരു 12 വീലിനാണ്ട് 100 രൂപ റേഞ്ചാണ് നമുക്കിവിടെ ഈ ഒരു ടോളിലേക്ക് അടയ്ക്കേണ്ടത്. ഈ ഒരു ടോള് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് വീണ്ടും നേരെ കയറാൻ പോകുന്നത് നമ്മുടെ ആ ഒരു സാംലാജി റൂട്ടിലേക്ക് കയറി അവിടുന്ന് നമ്മൾ ഈ കാണുന്ന ഒരു റൂട്ടിലേക്ക് ഇങ്ങനെ ഇവിടുന്ന് കയറുവാണ്. ശരിക്കും പറഞ്ഞാൽ വൻ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഈ റൂട്ടിലെല്ലാം. ഏഷ്യറിന്റെ ബസ്സല്ലേ, ഏഷ്യർ അശോക് ലൈലാൻഡ് വരുന്നു. ഓടിയല്ല സെയിം ബസ് സ്റ്റാൻഡ് എല്ലാം ഷാംലാജിയുടെ ബസ് സ്റ്റാൻഡ് അല്ലേ. ആ കേട്ടോ ബൊലേറോ കയറി പോയി. ഇവിടെ ഈ ഹൈറൂഫ് 4x4 മൊത്തം കിടന്നു കൊടുത്ത് ഇവിടെ 4 വീലർ ഏറ്റവും കൂടുതൽ. നല്ല ഫ്രഷ് പച്ചക്കറികൾ ഇരിക്കുന്നത്. എന്തൊരു തേപ്പടേ വണ്ടി അവിടെ തിരിച്ച് ഇങ്ങോട്ട് കയറാനായിട്ടാണ്. ചുമ്മാ തിരക്കാൻ ബ്ലോക്ക് ഇവിടെ എല്ലാം കൂടെ കുത്തിക്കയറ്റും. നമ്മൾ ഏകദേശം ഹിമ്മത് നഗർ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. ഇതിനകത്തൊന്നും തിരികെ നടക്കത്തില്ല. സൈഡിലേക്ക് ഒതുക്കി കയറ്റി ഇങ്ങോട്ട് അമ്മരൊന്നും വണ്ടി അത് അങ്ങനെ കയറി വന്നെ, അതുകൊണ്ട് ഒതുക്കില്ല. അങ്ങനെയല്ല, ആ വണ്ടി ഇച്ചിരി ആ സൈഡിലോട്ട് ചേർത്ത് പിടിക്കണ്ട. ഇതുകൊണ്ട് ആ വണ്ടി
അപ്പോൾ നമ്മളിവിടെ ഹിമ്മത്ത് നഗർ എത്തിയതിന് ശേഷം ഇവിടുന്ന് 2 സ്ഥലത്തേക്കാണ്, 2 വണ്ടി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് 2 സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമുക്ക് വഴി ചോദിക്കാൻ വേണ്ടി പോകണം. ഇവിടുന്ന് കുറച്ചുള്ളൂ, എനിക്ക് തോന്നുന്നൊരു 1-2 കിലോമീറ്റർ അപ്പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫാക്ടറി ഉള്ളത്. ഏതായാലും അവർ വരട്ടെ, വന്നതിന് ശേഷം ഇന്ന് ലോഡ് ഇറക്കമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഇതിലേക്ക് കിടക്കാം. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ പടുതൊക്കെ കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഫാക്ടറിയാണ്. ഇവിടെ ഈ മൺപാത്രങ്ങൾ അതുപോലെ തന്നെ ഈ സെറാമിക്കിൻ്റെ ഐറ്റങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മറ്റേ വലിയ രീതിയിലുള്ള ഒരു പടുതമൊന്നും കെട്ടാത്ത രീതിയിൽ നോർമലായിട്ടുള്ള രീതിയിലുള്ള ഇങ്ങനത്തെ രീതി കെട്ടിയിട്ടിരിക്കുന്നത്. നമുക്കത് വെച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും മഴ നനഞ്ഞാൽ പ്രശ്നമാണ്, മഴ നനഞ്ഞ് ഇതെല്ലാം പോകും. അപ്പം മഴ ഇവിടെ അത്യാവശ്യം മഴയുടെ കാര്യങ്ങളൊന്നുമില്ല, തണുപ്പും പിന്നെ അതുപോലെ അത്യാവശ്യം നോർമലായിട്ടൊരു വെയിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ കെട്ടിപ്പോകും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇവിടെ മഴയോ അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നവും. അപ്പം അതുകൊണ്ട് അപ്പോഴത്തേനും പിന്നെ നമുക്ക് വലിയ മറ്റേ നീലപ്പടത എടുത്തിടേണ്ടി വരും. ഇപ്പം തൽക്കാലം നമുക്ക് ഈ വെള്ളപ്പടതയിൽ ഇതിങ്ങനെ കൊണ്ടുപോയാൽ മതി. ഇതിപ്പം ഇത് ഫുൾ ഇപ്പോൾ ഇവിടെ അഴിച്ചെടുത്ത് ഇത് അഴിച്ച് ആ കൂട്ടത്തിൽ തന്നെ വേണം നമുക്ക് പടുതായി മടക്കി പോകാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് കേട്ടോ. ഇവിടെ മുഴുവൻ ഈ പൊടിയായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എനിക്കൊന്നത് ശരിക്കും ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടും ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ പകുതി കൺട്രോൾ പോയി. അതുപോലെ നല്ല പൊടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊടി. അപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് അവിടെ പൊടിക്കകത്ത് കിടന്നപ്പോൾ തന്നെ അറിയായിരുന്നു. അപ്പം ഇതാ നമുക്കിപ്പം അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലോഡ് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം. പക്ഷേ ഇപ്പം എന്താന്ന് പറഞ്ഞാലും എന്ത് ലോഡാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വാടക ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരുടെയൊക്കെ ജീവിതം. ശരിക്കും ഇതിനകത്ത് പല ഡ്രൈവർ ചേട്ടന്മാരും എന്നോട് പറഞ്ഞൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ പലരും വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ എന്നോട് തന്നെ വിളിച്ചു പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കാനിരിക്കുന്നവരൊക്കെ ചാടിക്കയറി വണ്ടി എടുക്കും. അത്രയ്ക്ക് ഭയങ്കര സുഗമമായിട്ടുള്ള ജീവിതമാണല്ലോ ഒന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നതെന്ന് എന്നോട് പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഇതിനകത്ത് ഒത്തിരി ദുഷ്കരമായ കാര്യങ്ങളൊന്നും പലതും ഞാൻ വീഡിയോയ്ക്കകത്ത് ഒത്തിരിയും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആ ഒരു നല്ല സന്തോഷത്തോടു കൂടി പോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം അല്ല, ആ ഒരു രീതിക്കായതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താത്തത്. നമുക്കിപ്പോൾ വഴിയിൽ വണ്ടി RTO പിടിക്കുന്നതും അല്ലെ അങ്ങനെ അത് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിനകത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പലതും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പം ഈ ഒരു സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം മുകളിലേക്ക് അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എടുത്ത് വെക്കും. അവിടെ നിന്ന് നമുക്കിത് നേരെ ഇത് വലിച്ച് മടക്കി ഓരോ ഇതായിട്ടാണ് നമുക്ക് അകത്തേക്ക് കയറ്റി ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ ചോദിച്ചാൽ അവിടെ നിന്നത് മടക്കുന്നുണ്ട്, അതനുസരിച്ച് ഇതിനത് വലിച്ച് സെറ്റാക്കി കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്ക് ചൂടറിയാനേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ്. ഈ ഒരു വെയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റാണ്. നമ്മളിപ്പോൾ ചൂട് സമയത്തെ കാര്യം പറയുവാണെങ്കിൽ പോലും നമുക്ക് ഈ രാജസ്ഥാൻ ഗുജറാത്ത് റേഞ്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റേഞ്ചിലൊക്കെ അത് നല്ല തണുപ്പായിട്ട് നല്ല തണുത്ത കാറ്റടിക്കും. പക്ഷെങ്കിൽ നമ്മൾ ഗുജറാത്ത് ഭാഗത്തേക്ക് ഒന്ന് വരുമ്പോഴത്തേന് ചൂടെന്ന് പറഞ്ഞാൽ നല്ല കഠിനമായ ചൂടായിരിക്കും നമുക്ക് വരുന്നത് മൊത്തം. നമുക്കിതിനെയും വട്ടം ഇത് മേളിലോട്ട് കയറ്റി വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ചോദിച്ചാൽ അതിപ്പം സെറ്റ് ചെയ്ത് തരും. എനിക്ക് വീഡിയോ എടുക്കേണ്ടതുണ്ടാകും കേട്ടോ, അല്ലാതെ ഞാൻ പണിയെടുക്കാത്തതുകൊണ്ടല്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു കട്ടിയാണ് ഈ ഒരു പടുതയെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല പാടാണ് ഇത് കയറ്റി മുകളിലേക്ക് വെക്കാൻ. അപ്പോൾ ഇതിവിടെ മടക്കി നേരെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കത് കയറ്റി വെക്കും. കയറ്റി വെച്ചതിന് ശേഷം ഈ ഒരു കയറുമ്പോൾ ചായിരിക്കണം നമ്മളത് വലിച്ചു മുറുക്കി കെട്ടി വെക്കണം. അപ്പോൾ ഇത് കെട്ടി വെച്ചില്ലെങ്കിൽ ഈ പടുത എല്ലാം കൂടെ നമ്മൾ വണ്ടി റോഡിൽ പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഫുള്ള് പറന്ന് അതെല്ലാം കൂടെ നല്ല പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫുള്ളെടുത്ത് കെട്ടി വൃത്തിയാക്കി വെച്ചതിന് ശേഷമേ ഇത് നമ്മൾ ഇവിടുന്ന് പോകാറുള്ളൂ.
അങ്ങനെ നമ്മുടെ വണ്ടി ഇതിനകത്ത് കയറ്റി ഇട്ടേച്ചുണ്ട്. ഇത് ഫാക്ടറിയുടെ ചുറ്റുവശമാണ്. ഇത് കിടക്കുന്നുണ്ട്. ഇതെല്ലാം അച്ചാണ് ഈ കിടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മുടെ കറണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അതിൻ്റെ ബാക്കി അച്ചുകളും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ പഴയ അവിടുത്തെ മെഷീനും കാര്യങ്ങളൊക്കെ ഊരി ഇവിടെ കൊണ്ട് ജസ്റ്റ് ചുമ്മാ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം തുരുപിടിച്ച് ഉള്ളിലൂടെ കിടക്കുന്നതാണ്. ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കിയിരുന്ന അച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയാണ്. അതൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനായിട്ട് തന്നെ ഇവിടെ കിടപ്പുണ്ട് ഈ സാധനങ്ങളൊക്കെ. ഈ ഐറ്റം കണ്ടോ, ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പൊടി കൊണ്ടുപോയിരിക്കുന്നത്. അതിൻ്റെ അച്ചാണ് ഈ കാണുന്നത്. ഇത് സംഭവം കണ്ടോ, ഇതിൻ്റെ അച്ചാണ്. ഇതിനകത്താണ് ഇതിങ്ങനെ ഓരോ ഇതുണ്ട്, ഓരോ മോഡലുണ്ട്. അതിനകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണ്ണ് കൊണ്ടുവന്നത്. ഇതുപോലത്തെ ഇഷ്ടംപോലെ ഇതുപോലത്തെ കുഞ്ഞ് കപ്പുകൾ നമ്മുടെ നാട്ടിൽ വരുന്ന ഈ സെറാമിക് മോഡലിൽ ഇരിക്കുന്നതും അതെല്ലാം ഉണ്ടാക്കുന്ന ഇതാണ്. അതിൻ്റെ ഈ പൊടിയും കൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ലോഡ് ഇറക്കാൻ വന്നിരിക്കുന്നുണ്ടോ. ഇപ്പം ഇതിറക്കാൻ വേണ്ടി ലോഡ് ഇറക്കുന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര പൊടിയായിരിക്കും. ഇപ്പോൾ ഈ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അതുകൊണ്ട് അതിനകത്ത് ഫ്രണ്ട് മൊത്തം ആ സാധനങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ലോഡെല്ലാം മൊത്തം ഇറക്കി വണ്ടി കാലിയാക്കി കിട്ടിയിട്ടുണ്ട്. ലോഡ് ഇറക്കാത്ത ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭയങ്കര പൊടി. ഒന്നാമത് നല്ല ശ്വാസമുട്ടലൂടായി പൊടിയടിച്ച്. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് ഏകദേശം സൂര്യനൊക്കെ അസ്തമിക്കാറായി ഇങ്ങനെ നിൽക്കുന്നു. നല്ല കിഡിലൻ ആംബിയൻസ് ഒക്കെ. ഇനി ഇവിടുന്ന് പോകണം. ഇതുവരെ കഴിച്ചിട്ടില്ല. അവിടെ ജോയിച്ചേട്ടൻ അവിടെ എന്തൊക്കെയോ നോക്കുന്നുണ്ട് കാര്യങ്ങൾ. ചെന്നിട്ട് കഴിക്കണം. വണ്ടിക്കകത്ത് മൊത്തം കൊണ്ട് ഇങ്ങനെ പൊടി കിടക്കുവാണ്. ഇതിന് തൂത്ത് കളയണം, പോത്തുള്ളൂ. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് യാത്രയാവുകയാണ് തിരിച്ച്. ഇനി നമുക്കിതിനി അഹമ്മദാബാദിലേക്ക് വേണം. അവിടുത്തെ ഷെഡിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഈ അഹമ്മദാബാദിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു കഴിക്കാൻ വേണ്ടി ചെറിയൊരു ഹോട്ടലിൽ നിർത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഇത്രയും മായി. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് അഹമ്മദാബാദിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി ഓടി അഹമ്മദാബാദിന് വരുന്ന കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് അഹമ്മദാബാദ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളാണ് ഇവിടുത്തെ നമ്മുടെ വണ്ടി ഇവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ വീഡിയോയിലേക്ക് അപ്പോൾ രാവിലത്തെ പരിപാടി നമ്മുടെ ജോയിച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയൊക്കെ മേടിച്ചതൊക്കെ സെറ്റാക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നു. ഒത്തിരി ഫുഡ് കാണിച്ചതൊരു ഫുഡ് ചാനലാക്കുന്നില്ല. നമ്മുടെ ഷെഡെന്ന് പറയുന്നത് നിറയെ വണ്ടിയാണ്. ഞാൻ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ കാണിക്കാം. ഇതിനിടയിൽ കൂടെ ഒക്കെ ഒന്ന് ചകഞ്ഞ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു മലയാളിച്ചേട്ടൻ്റെ ഷെഡിലാണ്. വിനോദും ബിജു എന്ന് പറഞ്ഞ 2 പേരാണ്. അപ്പോൾ അവരുടെ ഷെഡാണ്. ഇങ്ങനെ അതുപോലെ ഇഷ്ടംപോലെ ഷെഡുണ്ട് ഇവിടെ. അപ്പോൾ അവരെല്ലാം നമ്മളിപ്പോൾ ഫസ്റ്റ് വണ്ടിയാണ്. നമുക്കിപ്പം ലോഡ് വന്നാൽ പെട്ടെന്ന് കിട്ടും. ഇല്ലെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ ഇവിടെ പോസ്റ്റായി പോവും. അങ്ങനത്തെ ഒരു സ്കീമാണ്. ഹിറ്റാച്ചിയുടെ പുതിയ മിഷനാണെന്ന് തോന്നുന്നു. ഹിറ്റാച്ചിയുടെ പുതിയ മിഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയല്ല, ട്രെയിലറാണത് സംഭവം. ഒരു പഞ്ചാബി ഏഷ്യർ കിടക്കുന്നുണ്ട്. 35-33 ഏഷ്യറെ ബോഡി ചെയ്തിരിക്കുകയാണ്. 35-31 വണ്ടിയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഫുൾ ഒരു 7 ദിവസത്തെ വീഡിയോ ഉണ്ട്. അത്രയും വീഡിയോ ആണ് ഇതിനകത്ത് ഒരുമിച്ച് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറേ അധികം ഷെഡുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ തന്നെ ഏകദേശം ഒരു 3 ഷെഡുണ്ട്. അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ചുറ്റുവട്ടത്തായിട്ടുള്ള 10,000 ലോറി മേളിലെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തായിട്ട് കിടക്കുന്നുണ്ട്. കാര്യം അഹമ്മദാബാദ്, വാപ്പി, മുംബൈ ഈ റേഞ്ചിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലോഡ് പല സ്ഥലത്തേക്കായിട്ട് കയറി പോകുന്ന കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ഉണ്ടോ 6 വീല് വണ്ടികൾ, 10 വീല് വണ്ടികൾ, 12 വീല് വണ്ടികളെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയാണ് കിടക്കുന്നത്. 14 വീല് വണ്ടി മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ എണ്ണത്തിൽ വളരെ കുറവായിട്ട് കണ്ടുള്ളൂ. കാര്യം ഈ 14 വീല് വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ വണ്ടി ചെന്ന് കയറത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് പലയിടത്തും 14 വീല് വണ്ടികൾ
ഉപയോഗിക്കാറ് ഞാനങ്ങനെ വളരെ കുറവാണ് കാണുന്നത് നമ്മുടെ ഈ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും. എന്നാലും 14 വീൽ വണ്ടികളുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഈ വരാത്ത ടൈപ്പ് ട്രെയിലറുകളും കാര്യങ്ങളും ഇഷ്ടം പോലാണ് ഈ റൂട്ടിൽ നമുക്കുള്ളത്. പല കമ്പനിയുടെ ഏറ്റവും കൂടുതൽ ടാറ്റയുടെയാണ് വണ്ടികൾ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. എന്നാലും ഇഷ്ടംപോലെ വണ്ടികൾ ലെയ്ലാൻഡിൻ്റെ മറ്റു വണ്ടികളുടെയൊക്കെ ഉണ്ട് താനും. അപ്പം നമ്മൾ ഇനിയും ലോഡ് കയറ്റിയത് നമ്മുടെ ഈ ഒരു വണ്ടിക്കാണ്. അപ്പോൾ ഇവിടുന്ന് സെൻറ്റ് ജോർജിൻ്റെ ഈ ഒരു നമ്മുടെ GJ രജിസ്ട്രേഷനുള്ള GJ ബോർഡ് കെട്ടിയ ഈ ഒരു വണ്ടിക്കാണ് ഞാൻ ഇനിയും നാട്ടിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനിയും ചെന്നതിന് ശേഷം നമുക്ക് ഭാരത് ബെൻസിൽ കയറാം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കുറച്ച് കറങ്ങാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെൻറ്റ് ജോർജിൻ്റെ തന്നെ ഒരു GJ രജിസ്ട്രേഷൻ ഉള്ളൊരു ലെയ്ലാൻഡിലാണ്. അപ്പോൾ ഇതിലെ കാഴ്ചകൾ നമുക്ക് ഇനിയും ചെല്ലാം. വാപ്പി ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ നമ്മുടെ ഭാരത് ബെൻസ് ചേർന്ന് അവിടെ നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനിയും കയറാൻ പോകുന്നതാണ് നമ്മുടെ അഹമ്മദാബാദിൽ നിന്ന് നേരെ ബറോഡയ്ക്കുള്ള എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. നിങ്ങൾക്കത് കാണാം. അപ്പം ഇവിടുന്ന് ഇനി 100 കിലോമീറ്റർ അടുപ്പിച്ച്, എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇനി ബറോഡയ്ക്ക്? ഇവിടുന്ന് 100 കിലോമീറ്റർ അടുപ്പിച്ച് ബറോഡയിലേക്ക് നമുക്കുണ്ട് ആ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറുന്നത്. ശരിക്കും ഇവിടെ നമുക്ക് വേറെ വണ്ടികളൊന്നും അലൗഡ് അല്ല. ഈ റോഡ് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? അഹമ്മദാബാദ് ബറോഡ 20 നമ്മുടെ ലെയ്ലാൻഡിലുള്ള യാത്രയും അതുപോലെ തന്നെ ലെയ്ലാൻഡിലുള്ള പോക്കും ഓടിയൊക്കെ വളരെ വലിയൊരു രസം തന്നെയാണ്. വേറെ ലെവൽ ഫീലൊക്കെ തന്നെയാണ് തരുന്നത്. പക്ഷെ സഹിക്കാൻ പറ്റാത്തത് നമുക്ക് വണ്ടിക്കകത്ത് എഞ്ചിനിൽ നിന്ന് അടിക്കുന്ന ചൂടാണ്. അസഹനീയമായ ചൂടാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു നമ്മുടെ ഈ ഒരു ഭാരത് ബെൻസ് ഒക്കെ ഉണ്ടാക്കിയ രീതിയിൽ അതേപോലെ ക്യാബിനും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു ലെയ്ലാൻഡിൻ്റെ ആ ഒരു രീതിയിലൊക്കെ ലെയ്ലാൻഡ് വരുവാണെങ്കിൽ പൊളിച്ചണ വേറെ ലെവലായനെ. ഇന്ന് ഒരു മാനുഫാക്ചേഴ്സും എത്താത്ത രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു നമ്മുടെ ലെയ്ലാൻഡ് എത്തിപ്പോയെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് രസമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ലെയ്ലാൻഡ് കയറിയിരുന്ന് ഓടിക്കുമ്പോൾ ഫീല് വേറെ ലെവലാന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. അതിനകത്തൊന്നും പറയാനില്ല. അമ്മാതിരി സെറ്റപ്പാണ്. പക്ഷെ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ GJ വണ്ടിയുടെ കുഴപ്പമെന്നു പറഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല ചൂട് കയറുന്നുണ്ട്. പിന്നെ സ്പ്ലിറ്റ് ഗ്ലാസ് ആണ് വണ്ടിക്ക് ഫ്രണ്ട്ലിയെന്ന് അത്രയും നീളക്കുറവാണ് നമ്മുടെ കേരള ബോഡി പോലെ. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഗാഡ്ജറ്റ്സ്, ഞാനിത് കയറി ഇതേപോലെ നമ്മൾ മുന്നോട്ട് വന്ന വഴി ഒരു കട്ടർ ചാടി നമ്മുടെ ക്യാമറ ചെന്ന് അവിടെ വെച്ചിരുന്ന ഗ്യാസ് കുറ്റിയുടെ മണ്ടയ്ക്ക് വേണം എൻ്റെ ഫ്രണ്ടിലത്തെ ലെൻസിൻ്റെ അതുമെല്ലാം പൊട്ടി മൊത്തം നശിച്ച് നാറാണക്കൽ പോയി. അങ്ങനെ നമ്മൾ മുംബൈ ഒക്കെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ മുംബൈയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നമ്മൾ പിന്നെ പൂനെ റൂട്ടിലേക്ക് കയറും, എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറും. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ അങ്കോള, നമുക്ക് നമ്മുടെ ജോയിച്ചാൻ അതുപോലെ തന്നെ സ്മിതനൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ് എന്നാ പറഞ്ഞത്. ഇനി ചെല്ലുമ്പോൾ അറിയാം. അപ്പം ഇപ്പോൾ നമ്മൾ നമ്മുടെ ലോഡൊക്കെ കയറ്റിയതിന് ശേഷം തിരിച്ചു വന്നിട്ടിരിക്കുകയാണ്. ആക്ച്വലി ശരിക്കും എന്താ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ അഹമ്മദാബാദിൽ നിന്ന് ഞാൻ നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചു വരാൻ പറ്റാതെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ വണ്ടി ലോഡ് എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ ഈ അഹമ്മദാബാദിൽ നേരെ വാപ്പിക്ക് പോയി. വാപ്പിക്ക് പോയതിന് ശേഷം എന്ത് പറ്റി, ഞാൻ പിന്നെ അവിടെ തന്നെ സെൻറ്റ് ജോർജിൻ്റെ 2-3 വണ്ടികൾ തന്നെ അവിടെ അഹമ്മദാബാദിലുണ്ടായിരുന്നു. അതിലൊരു വണ്ടിക്ക് കയറിയതിന് ശേഷം ഇന്നലെ രാത്രിയിലാണ്, അപ്പോൾ ലെയ്ലാൻഡിലാണ് വന്നത്. അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇന്നലെ കണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ വണ്ടിയിലേക്ക് വന്ന് കയറിയത്. അപ്പോൾ ഏതായാലും ഇനിയും നമ്മൾ നേരെ പോകുന്നത് അങ്കോളയ്ക്കാണ്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം അവസാനിക്കുന്നത് നല്ലൊരു ചെറിയൊരു സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ രാവിലത്തെ ഇവിടെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാ വണ്ടികളും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എല്ലാം നമ്മുടെ ഇതിൻ്റെ വണ്ടികളാണ്.
സെൻറ്റ് ജോർജിൻ്റെ വണ്ടികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ ഇന്നലെ വന്നത്. ഈ കിടക്കുന്ന വണ്ടി സാജൻ ചേട്ടൻ ഓടിക്കുന്ന വണ്ടിയാണത്. അപ്പോൾ ഈ വണ്ടിക്കാണ്, ഇതിലാണ് ഇന്നലെ നിങ്ങൾ വന്ന ലൈലാൻഡിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ ഇന്നലെ വന്നത്. ഇവിടുന്ന് ഇപ്പം ഇത് എല്ലാം ഇതിനകത്ത് ഇപ്പോൾ കയറ്റിയിരിക്കുന്നത് ജീരകമാണ്. ഈ വണ്ടിയും ഇത് തൊട്ടടുത്ത് കിടക്കുന്ന ആ വണ്ടിയും കയറ്റിയിരിക്കുന്നത് ജീരകമാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇവർക്ക് ഇനി ഡെലിവറി ഇത് എറണാകുളം അതുപോലെ തന്നെ പല സ്ഥലത്തായിട്ടാണ് ഇവർ ഡെലിവറി വന്നിരിക്കുന്നത്. സിംഗിൾ ഡെലിവറി ആണെന്നേ ഉള്ളൂ. ഇപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിക്കകത്ത്. വണ്ടി എല്ലാം ഇത് മഞ്ഞും അതിൻ്റെ എല്ലാം കൂടെ കൂട്ടിയൊരു മഴയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാലത്. അപ്പോൾ അത് കാരണം ഭയങ്കര ചിലപ്പോൾ ഇനി ഒരു പഴുതയും കൂടി ഇതിൻ്റെ മണ്ടയ്ക്ക് ചിലപ്പോൾ ഇടേണ്ടി വരും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ എല്ലാവരും നമ്മളോട് പറയുന്നുണ്ടായിരുന്നേ, എല്ലാവരും നമ്മളോട് പറയുമായിരുന്നു ഈ പടുത കിട്ടുന്ന വീഡിയോ ഇടുന്നത്. പടുത കിട്ടുന്ന വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരിപാടി കഴിയുമ്പം എപ്പോഴും രാത്രിയാവും. ലോഡ് കയറ്റി കയറുന്ന സമയത്തും അതുപോലെ തന്നെ ബാക്കി എല്ലാ സമയത്തും രാത്രിയും. പിന്നെ ഇപ്പം ഈ കയറ്റിയ ലോഡൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കമ്പനിക്കകത്താണ് കയറ്റുന്നുള്ളതുകൊണ്ട് അതിനകത്തേക്ക് ഫോൺ പോലും ചിലപ്പോൾ കയറ്റാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്. അങ്ങനെ പലയിടത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോസ് എടുക്കാൻ വേണ്ടി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുമാണ് നമ്മൾ ചില ഷോർട്സ് ചില കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റാത്തത്. ഏതായാലും ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ഇനിയും അടുത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേന് അവിടെ നമ്മൾക്ക് ഇനിയും കുറച്ച് ബീഫൊക്കെ മേടിച്ച് ഇനി ആഹാരമൊക്കെ വെച്ച് അപ്പോൾ ഈ 4 വണ്ടികൾ ഒരുമിച്ചായിരിക്കും ഇനി നമുക്ക് പോകാൻ പോകുന്നത്. എടുത്തിട്ട് ഇവിടുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ വണ്ടിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ 3 ലോഡുകളുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാജൻ ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ സാജൻ ചേട്ടൻ്റെ കൂടെ ഇന്നലെ നമ്മൾ GJ രജിസ്ട്രേഷൻ വണ്ടിക്കകത്താണ് ഇന്നലെ വന്നത്. സാജൻ ചേട്ടൻ ഇപ്പോൾ എത്ര വർഷത്തോളം സാജൻ ചേട്ടൻ വണ്ടി ഓടിക്കുന്നതായിട്ട്? ഒരു 25 കൊല്ലമായിട്ട്. സാജൻ ചേട്ടൻ ഒരു 10-12 ഭാഷയൊക്കെ അറിയാം. പൊളിയായിട്ട് ഇന്നലെ ഞങ്ങൾ വന്ന വഴിക്ക് ലൈലാൻഡ് അടിച്ചു പൊളിച്ചാണ് ഇങ്ങനെ വരെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മുടെ ഭാരതവത്സലേക്ക് ഞാൻ വീണ്ടും വന്ന് കയറിയത്. അപ്പം സാജൻ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു ഇന്നലെ. സാജൻ ചേട്ടൻ കുറേ കഥകളൊക്കെ പറഞ്ഞ്. പക്ഷേ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കരമായിട്ട് നോയ്സ് കയറുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇനിയും എപ്പോഴേലും ഒരു ട്രിപ്പൊക്കെ സാജൻ ചേട്ടനോട് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജാഫർ. അപ്പോൾ ജാഫറാണ് ഇതിൻ്റെ നമ്മുടെ സെക്കൻഡ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ ഞാനും ജാഫറും നമ്മുടെ സാജൻ ചേട്ടൻ ഞങ്ങൾ 3 പേരോടാണ് വന്നത്. അതേപോലെ തന്നെ ഇതുകൊണ്ട് ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ്റെ വണ്ടിയാണ്, ശ്രീജിത്ത്. അപ്പം ഈ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഇക്കായും 2 പേരോടാണ് ഇത് ഇക്ക രാവിലെ അരി ഇടാനുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീതേട്ട എവിടെ വീട് എവിടെ? എടപ്പാളല്ല. ഓക്കെ. ഇതുപോലെ ഇവരും നമ്മുടെ ഈ വണ്ടിയുടെ കൂടെ GJ വണ്ടിയുടെ കൂടെ തിരിച്ച് ഈ നമ്മുടെ ഇത് കയറ്റിക്കൊണ്ട് വന്നതാണ്. ഇതിനകത്ത് മല്ലിത്തുണ്ടല്ലേ, അതോ മല്ലി തന്നെ ജീരകം കയറ്റിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്കിനിയും ഇവിടുന്ന് ഇനി ഞങ്ങളിപ്പോൾ എല്ലാവരും പോവുകയാണ്. 4 വണ്ടികൾ ഒരുമിച്ച് പോവുകയാണ്. പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം. അപ്പോൾ നമ്മുടെ ലൈലാൻഡ് കൊണ്ടുപോവാണ്, എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെ ഓരോ വണ്ടികളായിട്ട് ഇപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പുറകെ കാണുന്നതാണ് നമ്മൾ കഴിച്ച ഹോട്ടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ആയിരുന്നത് വണ്ടിയെല്ലാം ഫ്രണ്ട് ചെയ്യുന്ന നമ്മുടെ ഡ്രൈവറേറ്റന്മാരൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും എല്ലാവരും ഇവിടുന്ന് പോകണം. നല്ലൊരു രക്ഷയില്ലാത്ത തണുപ്പ്, അതിൻ്റെ കൊടുത്ത് മഞ്ഞും ഇങ്ങനെ വെള്ളം പോലെ വീണുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ലതായിട്ട് വെയിൽ തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനകത്തെ ഒരു പ്രധാന കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വണ്ടികൾക്കെല്ലാം ഡീസൽ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം OTP വെച്ച് റിലയൻസിൻ്റെ എല്ലാ വണ്ടികളും റിലയൻസിൻ്റെ പമ്പിൽ നിന്ന് മാത്രമേ ഡീസൽ അടിക്കത്തുള്ളൂ. ഇപ്പോൾ റിലയൻസിൻ്റെ പമ്പുകൾ ഓരോ സ്ഥലത്ത് ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റുള്ള രീതിയിൽ ഫുൾ ടാങ്ക് അടിച്ച് ഫുൾ ടാങ്കാണ് എപ്പോഴും പോകുന്നത്. അപ്പം നമുക്ക് എപ്പോഴും പൈസ കൂടെ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ആ ഒരു നമ്മുടെ ഫോണിലേക്ക് OTP വരുമ്പം നമ്മുടെ നിതിൻ ചേട്ടൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും ആ ഒരു നമ്പറിലേക്ക്. അപ്പോൾ അങ്ങനെ വെച്ച് എത്ര രൂപ ഉണ്ട് അതിനനുസരിച്ച് നമ്മുടെ കാർഡ് പോലെ തന്നെ വേറൊരു രീതിക്കാണ് നമ്മുടെ ട്രക്സിനൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് എല്ലാ വണ്ടിക്കും നമ്മൾ അവിടെ ചെന്ന് ഈ നമ്പർ കൊടുക്കുമ്പോൾ OTP വരും. അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി. ഇനിയും നമുക്ക് ഇവിടുന്ന് പോകാം. അല്ലയോ പോകാം. അപ്പോൾ ഇവിടുന്ന് പോകാം. നല്ല തണുപ്പ്. ഇനി അകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ.
നമ്മളിപ്പോൾ നിൽക്കുന്നത് കിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ 2 വണ്ടികളുടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ വണ്ടിയുടെ അവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ 2 മച്ചന്മാരിരുന്ന് സുലൈമാനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കട്ടൻ ചായ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ നമ്മുടെ ജോയിച്ചായനും ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ തട്ടുകടയുടെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. ഇത് ഇവിടെ വൻ സെറ്റപ്പാണ്. ഇത് ഇവിടെ വൻ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോയിച്ചാൻ. ചേച്ചാ എപ്പോഴത്തേനാവും? ഇനിയും മിണ്ടത്തില്ല, ഇനിയും ചോദിച്ചാൽ മിണ്ടത്തില്ല. ചിക്കൻ വെക്കുന്നു, ചിക്കന്റെ ഫോട്ടോ എല്ലാം സെറ്റാക്കി വെക്കുമ്പോ നാളെ ഞങ്ങളുടെ വണ്ടിയിലെ ഞങ്ങളുടെ ജീവിതം ഒക്കെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2 മാറാട്ടി അറിയാവുന്ന ഡ്രൈവർമാര്, ഒരു മാറാട്ടി ഒന്നും അറിയാൻ മേലാത്തൊരു ഡ്രൈവർ ഞാൻ 3 വണ്ടി പോരുക. താനപ്പാലത്തിന്റെ അന്ന് പോന്ന ഏരിയ എന്നറിയാമോ? കൽപ്പപ്പാലത്തിന്റെ അടിയില് അവിടെ പോലീസുകാരൻ പിടിച്ചു. ഞാൻ 50 രൂപ കൊടുത്തേച്ച് പോന്നു. 2 മാറാട്ടി അറിയുന്ന ഡ്രൈവർമാർ 200 രൂപ എടുത്ത് ചീട്ടാക്കി കൊണ്ടുപോകുന്നു. നേരെ വെച്ചോണ്ടാ പറയണേ, നേരെ വെച്ചോണ്ടാ പറയണേ. ഈ വണ്ടിക്ക് ആദ്യം പി സി ഈ വണ്ടിക്ക് ആദ്യം പി സിയില്ല. ഇപ്പൊ ഞങ്ങൾ ഡൽഹി പോയി ഞങ്ങൾക്ക് നിസ്സാര പി സി ഇട്ടിട്ടുള്ളൂ. കളഞ്ഞു ചെതലിന്റെ മാത്രം അല്ല, ചിലതിന്റെ മാത്രം. അങ്ങനെ നമ്മുടെ മഴ കഠിനമാകാൻ പോകുന്നു എന്നത് ഒരു പ്രശ്നം കൊണ്ട് മഴ പെയ്യാൻ വേണ്ടി നല്ലതായിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ പടുതായും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടേക്കുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഭാരത് ബെൻസിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് നമുക്ക് കയറിയിരിക്കുന്നത് നമ്മുടെ ഷീറ്റാണ്. അതായത് നമ്മുടെ പ്ലൈവുഡിൻ്റെ ഒക്കെ പോലത്തെ അങ്ങനത്തെ ടൈപ്പ് ഒരു ഷീറ്റ് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കയറിയിരിക്കുന്ന പൈപ്പാണ് കയറ്റിയിരിക്കുന്നത്. അതും എറണാകുളത്തേക്കുള്ളതാണ്. ഒരു പൈപ്പും കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട്. അത് പൈപ്പ് കയറ്റിയിരിക്കുന്ന എറണാകുളത്തല്ല കേട്ടോ, നമ്മുടെ മലപ്പുറം റേഞ്ചിലാണ് പൈപ്പ് കയറ്റിയിരിക്കുന്നത്. പിന്നെ അതുപോലെ കയറ്റിയിരിക്കുന്നത് നമുക്ക് മറ്റേ സാനിറ്ററി പാഡ്. അപ്പോൾ ഇത്രയും 3 ലോഡാണ് ശരിക്കും നമുക്ക് കയറ്റിയിരിക്കുന്നത്. മലപ്പുറം, അതുപോലെ തന്നെ അവിടുന്ന് നേരെ തൃശ്ശൂർ, അപ്പുറം ബാക്കി അത് കഴിഞ്ഞ് നമുക്ക് നേരെ എറണാകുളം. അങ്ങനെ 3 ഡെലിവറിയാണ് നമ്മുടെ ഭാരത് ബെൻസ് വന്നിരിക്കുന്നത്. മറ്റു വണ്ടികൾക്കെല്ലാം സിംഗിൾ ഡെലിവറിയാണ് പോയേക്കുന്നത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു വെള്ളപ്പടതായിട്ട് ബാക്കി ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നമുക്ക് ഇനി അങ്കോള ചെല്ലണം. അങ്കോള അവിടുന്ന് നേരെ തിരിച്ച് ആ ഒരു നാട്ടിലേക്ക് പോകുന്ന റൂട്ട് കയറി പോകണം. നമ്മൾ എല്ലാ വണ്ടിയും കൂടെ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ഇനി നല്ല രസമായിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന എവിടെയെങ്കിലും നാട്ടിലേക്ക് കയറിയതിനൊക്കെ ശേഷം ഫുഡ് ഉണ്ടാക്കത്തുള്ളൂ. ഇന്ന് എങ്ങനെയും ഓടി നമ്മൾ നേരെ മംഗലാപുരം മംഗലാപുരം കാസർഗോഡ് റേഞ്ചിലേക്ക് നമ്മൾ കയറും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് ഒരു എൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെതായ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. ഇത്രയും ദിവസം എന്നാ വരുന്നൊരു രക്ഷയില്ല. ഈ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ വീഡിയോ എടുക്കുന്നതിലുപരി ഞാൻ ശരിക്കും ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യണം. എല്ലാവരും ഇത്രയും ഇത്രയും ആൾക്കാർ ഒരുമിച്ചുള്ളതുകൊണ്ട് നല്ലൊരു രസം തന്നെയായിരുന്നു. അപ്പം ഏതായാലും ഇപ്പം ഇത് നമുക്ക് ഫുൾ ഇപ്പം കെട്ടി തീർക്കണം. ഇപ്പം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പടപട ചെയ്ത് കെട്ടി തീർക്കാം. ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കെട്ടി തീർക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ജോയിച്ചാനും സാഞ്ചേട്ടനോടാണ്ട് 2 പേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അംഗമൊക്കെ ഉണ്ടാക്കിയാണ് പടത മുഴുവൻ കിട്ടുന്നത്. നല്ല രസമാണ്. പക്ഷെ നമുക്ക് മൊത്തത്തിൽ കാണുമ്പോഴത്തേനും നല്ലൊരു ഓളമാണ്. 2 പേര് നല്ല തമാശയൊക്കെ പറഞ്ഞാണെങ്കിലും നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ജോയിച്ചാനാണ് ഏറ്റവും രസം. അങ്ങനെ പടുതയൊക്കെ കിട്ടി നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ഇപ്പോൾ യാത്രയാവുകയാണ്. അപ്പോൾ നിങ്ങൾ പടുത കെട്ടുന്ന ഒരു വീഡിയോ കാണുമെന്ന് പക്ഷേ ഇത് അത്രയും നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് ജസ്റ്റ് നമുക്ക് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഇത് ചെയ്യാൻ വേണ്ടി. ഇനിയും നേരെ മംഗലാപുരം വഴി നമ്മൾ കേരളത്തിലേക്ക് പോകണം. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളൊക്കെ റോഡിലെ കണ്ടുകൊണ്ട് നമുക്കിനി പോകാം. ഇന്നത്തെ വീഡിയോ ഇനിയും കുറച്ച് കാഴ്ചകളോടൊക്കെ കണ്ട് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്.
അടുത്ത ദിവസം ബാക്കി ഇതിൻ്റെ ഇറക്കുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി നമ്മുടെ ഈ ഒരു 1 എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ.